ഹേ അടുത്ത പുതിയ വേർഡ് അവരെ പ്രജോ എന്താ പറയാ എന്തൊക്കെയായി പറയുന്നേ. നമ്മൾ നേരത്തെ ദാമ്പത്യ ജീവിത എന്തിനാ ഈ പറയുന്നേ. ഓക്കെ, ഒരു പ്രാവശ്യം സംഭവിച്ചു പോയാറാവാൻ സ്പേസിൽ ആളുകൾ ഇടപെടേണ്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു പ്രൈവറ്റ് നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എപ്പോഴും ഒരു തീരെ നല്ലൊരു ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. എന്തൊക്കെയായി പറയുന്നേ. സോ എന്ന് വെച്ചാല് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു ലെറ്റ്സ് ടോക്ക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പം എങ്ങനെയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും നല്ല ബന്ധം പുലർത്താൻ എന്തൊക്കെയാണ് വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടിയിട്ടുള്ളത് റെസ്പെക്റ്റ് ആണ്. അതായത് പരസ്പരം തമ്മിലുള്ള ഒരു റെസ്പെക്റ്റ്. അവര് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ റെസ്പെക്റ്റ് കാണിക്കുക. അത് ഒരു ഭർത്താവ് ഭാര്യനോട് മാത്രമല്ല, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും അത് കാണിക്കേണ്ടത് കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിപ്പം ഒരാള് എല്ലാം തുറന്നു പറയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഭാര്യ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം. ആ ഒരു സ്പേസ്, അതായത് ആ ഒരു സ്പേസിനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ആ സ്പേസ് എപ്പോഴും അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക. അപ്പോഴാണ് അവര് കാര്യങ്ങൾ പറയാനുള്ള കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പം അവർക്കതൊരു മനസ്സിലൊരു റിലാക്സേഷൻ ആണ്. സോ അതൊരു ടൈപ്പ് ഓഫ് എന്താ പറയാ, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കാര്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണല്ലോ എന്നൊക്കെ അറിയുമ്പം ഒരു മനസ്സിലൊരു സന്തോഷമാണ്. അത് ബോയ്സിനുണ്ട് ഗേൾസിനുണ്ട്. സോ ആ ഒരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി ടൈം ടുഗദർനെസ്. കുറച്ച് സമയമെങ്കിലും അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. അവരുടെ കാര്യങ്ങൾ കേൾക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരോടൊത്ത് ഒരുമിച്ച് സംസാരിക്കാനാണെങ്കിലും പുറത്തു പോകാനാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു ക്വാളിറ്റി ടൈം എപ്പോഴും അവർക്ക് വേണ്ടി കണ്ടെത്തണം, അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പിന്നെ നാലാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി. പരസ്പരം വിശ്വാസം ഇല്ലാതെ ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. ചതി ഉണ്ടെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലും അത് ഏത് ബന്ധത്തെ തകർക്കും. പരസ്പര വിശ്വാസത്തിൽ പോവാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് പരസ്പരം എങ്ങനെ സഹായിക്കാം. ഒന്നാമത്തെ കാര്യം വീടുകളിലെ പല പണികളും ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പം വീട്ടിലിപ്പം ഒരാള് കിച്ചൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാള് ക്ലീനിങ് വർക്ക് ചെയ്യട്ടെ. ചുമതലകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടുപേർക്കും മനസ്സിലാവും. ഇപ്പം ഗേൾസ് എന്ന് പറയുമ്പം എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കണം, ബോയ്സ് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നുമല്ല. നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മള് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ വീട്ടിലുള്ളൂ. അതിപ്പോ ആണെന്നോ പെണ്ണെന്നോ അന്നൊന്നും ഇല്ല. സോ അങ്ങനെ ഓരോ ചുമതലകളും അല്ലെങ്കിൽ ഓരോ പണികളും ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ കൈത്താങ്ങാകുക. ചിലപ്പോൾ ഭർത്താവിന് ഒരുപാട് പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം അതായത് പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഭാര്യ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു പരിപാടി തീർക്കാനുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കുക. പിന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുള്ള കേസിൽ ഭർത്താവ് കണ്ടറിഞ്ഞ് ചെയ്യുക. ഓരോ കാര്യങ്ങളിലൊക്കെ സഹായിച്ചാൽ മതി. അതന്നെ അവർക്കൊരു വലിയ കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ഓരോ വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ ഓരോരോ സമയങ്ങളിലെ ഒരു വൈകാരിക മൂലം ഉണ്ടാവുന്ന സമയങ്ങളിൽ കൈത്താങ്ങായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഘട്ടങ്ങൾ വരുമ്പം ഒരിക്കലും ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ നിൽക്കരുത്. അവരെ നമ്മുടെ ഒരു പാർട്ട്ണറാണ്. സോ നമ്മൾ വേണം അവരെ പൊക്കിയെടുക്കാനുള്ള ഒരു ഇതില് നമ്മൾ എന്താക്കണം, അവരെ സഹായിക്കുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങൾക്കും പിന്തുണ നൽകുക. അത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഭാര്യക്ക് ചിലപ്പോൾ ഒരു കരിയറിൽ എന്തെങ്കിലും കൊണ്ടുവരണം, ചില ബിസിനസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പം ഭർത്താവിന് ഒരു ജോലിയുണ്ട്, എന്നാലും
പുതിയ പുതിയ ശ്രമങ്ങൾക്കൊക്കെ നമ്മളെ ഭാര്യമാർ സപ്പോർട്ട് ചെയ്യുക. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും എന്താ പിന്തുണ നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇത് ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം. അതായത് പരസ്പരം എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു സെഷനിൽ ഈ ഒരു 3 മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ശാന്തമായിട്ട് സംസാരിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും മാക്സിമം ശാന്തമായിട്ട് സംസാരിക്കുക. കാരണം നമ്മുടെ പാർട്ട്ണറാണ്, നമ്മൾ വേണം സന്തോഷത്തോടെ സംസാരിക്കാനും. രണ്ടാമത്തെ കാര്യം പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്യുള്ളൂ, അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ മൂന്നാമതായിട്ടുള്ള ആളുകളുടെ ഇടപെടലുകൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് മാപ്പ് പറയാനും എടുക്കാനും തയ്യാറാവുക. അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കേസിലാണെങ്കിൽ മാപ്പ് പറയാൻ റെഡിയാവുക. സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ മാപ്പ് പറയാനും ആ മാപ്പ് പറയുന്നത് ഏറ്റെടുക്കാനുള്ള ഒരു തയ്യാറാവൽ. പിന്നെ ഉണ്ടല്ലോ ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു സ്നേഹത്തിന്റെ യാത്രയാണ്. ഓക്കെ, കൂടെ ഒരു പാർട്ട്ണർ വന്നതിന് ശേഷം ഊണിലും ഉറക്കലും ലൈക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സ്നേഹമാണ് വേണ്ടതിൽ, നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കത് തിരിച്ചു കിട്ടുക. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിന്റെ യാത്ര എന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചായിരുന്നു അല്ലേ. ആ ഒരു യാത്രയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു കുഞ്ഞു ലോകത്തേക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അതിന് പറ്റും. ആ ഒരു കാര്യങ്ങൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഭാര്യയ്ക്കുള്ള സ്വപ്നങ്ങളും ഭർത്താവിനുള്ള ആഗ്രഹങ്ങളും ഒരേ വേദിയാവുന്നത് അവരുടെ കുടുംബമാണ് അല്ലേ. ആ ഒരു കുടുംബത്തിലേക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. പല രീതിയിലുള്ള ലക്ഷ്യങ്ങളായിരിക്കും ഓരോ കുടുംബത്തിനും അല്ലേ. മെയിനായിട്ടുള്ള ലക്ഷ്യം സ്നേഹത്തോടെ സന്തോഷത്തോടെ കുടുംബത്തോടെ ഒരുമിച്ച് പോവുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലേക്ക് ഒരുമിച്ച് കൈകോർത്ത് പോവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ മറ്റേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇളവുകളും പൊറുപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമാവണം. സോറി പറയാനുള്ള മനസ്സ് കാണിക്കുക. സോറി പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സും നമ്മൾ കാണിക്കണം. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഒരു കുടുംബം എന്താ പറയാ, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മളൊരു ചെറുതായിട്ട് ഇങ്ങനെ പിണങ്ങാണ് അല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യമൊക്കെ വന്നു, പക്ഷെ അതൊന്ന് കഴിയുമ്പോൾ നമുക്കൊരു നമ്മൾ ഒത്തുപോയല്ലോ അല്ലെങ്കിൽ ഒരുമിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. ചില സമയത്ത് നമ്മൾ അടിച്ച് അല്ലെങ്കിൽ തെറ്റിപ്പിരിയുമ്പോഴും പിന്നിട്ട് നമ്മൾ ഒന്നിപ്പിക്കുമ്പോഴും ഉള്ള ഒരു ഇത് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മൂമെന്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ലൊരു ഹാപ്പിനെസ് ആയിരിക്കും. കാരണം രണ്ടാൾക്കാരും ഒരുപോലെ ആവത്തില്ല. ഒരാൾ ഇങ്ങനെ ആണെങ്കിൽ ഒരാൾ അങ്ങനെയാണ്. അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഒരു ബന്ധമുള്ളത്. സോ നമുക്കെന്താ ഒരിക്കലും ഒരേപോലെ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ പലർക്കും പല പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും. ഒരാളിപ്പോൾ നല്ല ചൂടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ മറ്റേ ആൾ നല്ല സമാധാന ശാന്തിയായിരിക്കും. സോ അങ്ങനത്തെ കേസിൽ എന്താക്കുക, ഒന്ന് പുറത്തു കൊടുക്കുക, ഒന്ന് ഇതാക്കി കൊടുക്കുക. ആ ചൂടൊക്കെ മാറണം അല്ലെങ്കിൽ മാറ്റണം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ഒരാൾക്ക് നല്ല സങ്കടം ഉണ്ടെന്നെങ്കിൽ മറ്റേ ആൾ സാന്ത്വനമായിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് രസകരമായിട്ടുള്ള ഒരു കലഹങ്ങളൊക്കെ ആവാട്ടോ. ഏതൊരു ബന്ധത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നത്തിന്റെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്, ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പം മൊത്തത്തിലൊരു ഹാപ്പിനെസ് ആണല്ലോ. അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കലഹിക്കണം. ഫോർ എക്സാമ്പിൾ കറിക്ക് കുറച്ച് എരിവ് കൂടിപ്പോയി, അതിന് നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ആർക്കായാലും മിസ്റ്റേക്ക് സംഭവിക്കും അല്ലേ. ചില സമയത്ത് ഉപ്പ് കൂടാം. അതിന്റെ പേരിലുള്ള കച്ചറകൾ നമുക്ക് ഒന്ന് സബൂറാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കൊടുച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിലൊക്കെ ചില ചെറിയ എന്താ പറയുക ചൂടാവലൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ റിമോട്ടിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ അടിയലൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഇപ്പം എനിക്കൊരു എക്സാമ്പിൾ ഒന്നും കിട്ടുന്നില്ല. സോ അങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞ് എന്താ പറയാ കലഹങ്ങളൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആവരുതെന്ന് മാത്രം. അത് ചിലപ്പോൾ വേറെ വല്ല സൈക്കോ കേസിലൊക്കെ പെടാനുള്ള ചാൻസസ് ഉണ്ട്. സോ കുഞ്ഞു കുഞ്ഞു കലഹങ്ങളൊക്കെ ആവാം. പിന്നെ ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ വിശേഷങ്ങൾ കുറച്ച് എന്താ ഒരു പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ആഘോഷിക്കുക. അതായത് ഇപ്പം
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണം, ബർത്ത്ഡേ പാർട്ടീസ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വിളിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അതല്ലാണ്ട് ഒരു ഹസ്ബൻഡ് വൈഫ് ഫസ്റ്റ് കണ്ട ദിവസം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, അവർ ഫസ്റ്റ് സിനിമയ്ക്ക് പോയ ദിവസം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് പോയ സമയങ്ങൾ, അങ്ങനത്തെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് ചെറുതായിട്ട്, ഒരു ആർഭാടൊക്കെ അല്ല പറയുന്നത്, ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചെറിയ ഗിഫ്റ്റൊക്കെ കൈമാറുക. അതൊക്കെ ഒരു എന്താ പറയുക, സന്തോഷത്തിന്റെ പേരിലാട്ടോ, നിർബന്ധം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ ചിലപ്പം കൂടെയുള്ള പാർട്ട്ണറിനെ കുറച്ചും കൂടി സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ആവേശം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. എൻ്റെ വൈഫ് ഇങ്ങനെ ആലോചിച്ചല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോഴും ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ എന്നുള്ള ഒരു തോട്ട്സ് നമുക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെന്ന് വെച്ചാല് പരസ്പരം വളരാൻ സഹായിക്കുക. അതെന്ന് പറയുമ്പോ ഇപ്പൊ ഭർത്താവിന് എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, കരിയറിൽ എന്തെങ്കിലും നല്ലൊരു കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ ഒരു അഭിമാനമായിട്ടൊക്കെ കാണുക. അതും നമുക്ക് നമ്മുടെ ബന്ധം ഒരു അടിപൊളിയാക്കാനൊക്കെ നല്ലതാണ്. പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലും ഒപ്പം കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആരോഗ്യവാനാണെന്നുണ്ടെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും, പണം ഉണ്ട് പണം ഇല്ല, ഏതവസ്ഥയിലും കൂടെ നിൽക്കുക. അങ്ങനത്തെ ഏത് ഘട്ടങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. ഇപ്പൊ സന്തോഷം ഇല്ല, സങ്കടമാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് സന്തോഷം വരും. അങ്ങനെ പല പല മൊമെന്റ്സിലും നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ഇതാണ്. ഏകദേശം എനിക്ക് പറയാനുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അഥവാ നിങ്ങൾക്കും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണം, വേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഒരു നല്ലൊരു കുടുംബം വാർത്തെടുക്കുക. എന്തായാലും എല്ലാവർക്കും മിസ്റ്റേക്കും അല്ലെങ്കിൽ എല്ലാവർക്കും കലഹങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം, അതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അതൊക്കെ നമ്മൾ റിക്കവർ ചെയ്തിട്ട് വരണം. ഒരിക്കലും ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാണ്ടിരിക്കുക, കാരണം അത് നമ്മളെ നല്ലോണം വിഷമിപ്പിക്കും. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവർക്കും ബൈ ഗൈസ്.